ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 200 ലിറ്ററിൻ്റെ സോളാർ വാട്ടർ ഹീറ്റർ നമുക്ക് കണക്ഷൻ എങ്ങനെയാണ് കാര്യങ്ങൾ കൊടുത്തേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നന്നാത്തത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു പ്രത്യേകതയുണ്ട്. 200 ലിറ്റർ ആയതുകൊണ്ട് 2 ചാനൽ എക്സ്ട്രാ വന്നുണ്ട്. അതായത് ഇതിൻ്റെ പൈപ്പുകൾ കാര്യങ്ങളൊക്കെ രണ്ടും എക്സ്ട്രാ ആണ് വന്നിരിക്കുന്നത്. സാധാരണ ഒറ്റ മോൾഡിങ്ങിൽ തന്നെയാണ് സാധാരണ വരാറ്. ഇത് രണ്ടും 2 സെക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ 200 ലിറ്റർ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ വലിപ്പം കാര്യങ്ങൾ 2 സ്ട്രക്ചറും വന്നു. പിന്നെ അത് കൂടാതെ തന്നെ ടാങ്കിന് അത്രയും വലിപ്പം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത് cpvc പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, അതിൻ്റെ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. വാട്ടർ ഔട്ട്ലെറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. വാട്ടർ ഔട്ട്ലെറ്റ് നിങ്ങൾ ജസ്റ്റ് നോക്കി അറിയാൻ പറ്റും. ഏറ്റവും മുകളിൽ നിന്ന് സ്റ്റാൻഡിൻ്റെ, അതായത് നമ്മൾ കൊടുക്കുന്ന ടാങ്കിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. മുകളിൽ അതിൻ്റെ മാത്രമല്ല, നമ്മുടെ ട്യൂബിലേക്ക്, ഈ കാണുന്ന ട്യൂബിലേക്ക് പോകുന്ന സെപ്പറേറ്റ് പോകുന്ന കോപ്പർ പൈപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ വെയിൽ കാര്യങ്ങൾ, അതായത് സൂര്യപ്രകാശം കാര്യങ്ങൾ കൊള്ളുന്നതിൻ്റെ മോഡുകൾ താഴെയാണ് ഇരിക്കുന്നത്. അവിടെ നിന്നും പമ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് സെപ്പറേറ്റ് വരുന്നത്. ഇനി നമുക്ക് വാട്ടർ ഇന്നൊന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വാട്ടർ ഇന്ന് മാർക്ക് ചെയ്ത് തണുത്ത വെള്ളം ഇൻലെറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ cpvc പൈപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് ലെങ്ത്ത് cpvc കൊടുത്തിരിക്കുന്ന ഒരു സെപ്പറേറ്റ് വാൽവ് വെച്ച് ചേർത്തതിന് ശേഷം നേരെ വരുന്നത് ഇൻലെറ്റാണ്. ഇൻലെറ്റ് താഴെയാണ് വന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ ജസ്റ്റ് ബബിൾസോ എയർ ബബിൾസോ കാര്യങ്ങൾ കളയാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ വരുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സോളാർ വാട്ടർ ഹീറ്റർ അതിന് അറ്റാച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ ട്യൂബ് വരുന്നത്. ഇത് സെപ്പറേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് സെപ്പറേറ്റ് ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുന്നതിനുള്ള ഓപ്ഷൻ കൂടി വന്നിരുന്നുണ്ട്. അതിനുവേണ്ടി സെപ്പറേറ്റ് പൈപ്പ് അതിൽ നിന്നും നമ്മുടെ ടാങ്കിൽ നിന്നും സെപ്പറേറ്റ് ഈ ട്യൂബ് സെക്ഷനിലേക്ക് വരുന്നു. ഈ വരുന്ന സെക്ഷനിൽ നിന്ന് ഔട്ടാണ് നേരെ അടുത്ത എൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യണം. 100 ലിറ്ററിൻ്റെ നമ്മളായതുകൊണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്യൂബുകൾ തമ്മിൽ ലിങ്കിങ് കൊടുത്തിരിക്കുന്നതാണ് സാധിക്കുക. അത് കോപ്പറിൻ്റെ തന്നെ ലിങ്കിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഔട്ട് പോകുന്നത് നേരെ പോയതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡ് കണ്ടോ, ആ ട്യൂബിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് എല്ലാം തന്നെ തിളച്ച വെള്ളമായിരിക്കും. അതായത് ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഔട്ട്ലെറ്റ് നേരെ മുകളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കി കാണും, സാധാരണ കൊടുക്കുന്നതിനേക്കാൾ എയർ പൈപ്പ് ഓവറായിട്ട് ഹൈറ്റിൽ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പ്രഷർ ലൈൻ കാര്യങ്ങളൊക്കെ, പ്രഷർ പമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പ്രഷർ പമ്പ് ഇതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എയർ ഏറ്റവും ടോപ്പിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു വാൽവ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രഷർ പമ്പിലേക്ക് നമ്മൾ ഇൻലെറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഔട്ട്ലെറ്റും ഇതിൽ നിന്നും നേരെ നമ്മൾ ഔട്ട്ലെറ്റ് വരുന്നത് ഈ cpvc പൈപ്പാണ്. അതിൻ്റെ ഔട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ലൈനിൽ ബാത്റൂമിലേക്ക് കണക്ട് ചെയ്യുന്ന ഔട്ട് ലെവലിലേക്ക് നമ്മൾ കൊടുത്തു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഔട്ട് പോകുന്ന സ്ഥലത്ത് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്നിലും വേണമെങ്കിൽ, 2 സ്ഥലത്തും വേണമെങ്കിൽ നമുക്ക് ഓരോ നോൺ റിട്ടേൺ വാൽവ് കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇന്നിൽ വേണമെങ്കിൽ ഇന്നിൽ കൊടുക്കാം, ഔട്ടിൽ വേണമെങ്കിൽ ഔട്ടിലും കൊടുക്കാൻ നോൺ റിട്ടേൺ വാൽവ്. അതായത് 1 ഡയറക്ഷനിൽ മാത്രമേ സപ്ലൈ ഉണ്ടാവുള്ളൂ. അതായത് വെള്ളം ഒഴുകുള്ളൂ. അറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്കായി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you.